ശേഖരവർമ്മയുടെ മുറിയിൽ അയാൾക്കൊപ്പം ഇരിക്കുകയാണ് മഹേന്ദ്രനും മാധവനും. അച്ഛന് മുന്നിൽ തലകുനിച്ചിരിക്കുന്ന അവരെ ഒരു പുച്ഛത്തോടെ ശേഖരൻ നോക്കി. വാമികയുടെ കുഞ്ഞു മരിച്ചെന്നും ജീവനില്ലാതെ ആ കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതല്ലേ മഹി? പിന്നെ എങ്ങനെയാ ആ കുഞ്ഞു ശിവാമി മോളായത്? മഹേന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ശേഖരൻ ചോദിച്ചത് മഹിക്ക് ഒരു നിമിഷം ഉത്തരം മുട്ടി. ശിവദാസിനെ കൊല്ലാൻ ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ, പിന്നെ അയാൾ മരണപ്പെട്ടതെങ്ങനെയാ? മിണ്ടാതെ ഇരിക്കുന്ന മകനെ നോക്കി അയാൾ വീണ്ടും ചോദിച്ചു. എനിക്കറിയില്ല അച്ഛാ, എനിക്കറിയില്ല. വാമിയെ തിരിച്ചു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളുടെ കൂടെയല്ലേ ഞാനും വന്നത്? അച്ഛനും മാധവേട്ടനും നരേന്ദ്രനുമൊപ്പം ഞാനും ഉണ്ടായിരുന്നു അന്ന്. നിങ്ങൾക്കറിയാവുന്നതേ എനിക്കും അറിയൂ, കൂടുതൽ എനിക്കൊന്നും അറിയില്ല. വാമിയെയും കൊണ്ട് ശിവദാസ് അന്ന് ഇറങ്ങി ഓടിയപ്പോഴും അവരെ പിടിക്കാൻ വേണ്ടി ഞാനും പിറകെ പോയി. അവൾക്കപ്പോൾ പെയിൻ വന്നപ്പോൾ ഞാനും മാധവേട്ടനും കൂടിയല്ലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ഞാൻ ശിവദാസിനെ കാണുന്നത് നിങ്ങളുടെ കൂടെയാ, നരേന്ദ്രനും അച്ഛനുമൊപ്പം. അവശനായി വയ്യാതിരിക്കുന്ന അയാളെ ഞാൻ കണ്ടു, ഞാൻ ചോദിച്ചതല്ലേ. അപ്പോൾ കുമാരേട്ടനാ പറഞ്ഞത് ഓടുന്നതിനിടയിൽ വണ്ടിയിൽ നിന്ന് വീണതാണെന്ന്. ശിവനെ കയറി ഒന്ന് ചെറുതായി പെരുമാറാൻ നരേന്ദ്രനോട് പറഞ്ഞതും അച്ഛനല്ലേ. പിന്നെ എന്നോട് മാത്രം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യമെന്താ? മഹേന്ദ്രൻ ദേഷ്യത്താൽ അച്ഛന് നേരെ അലറി. ആവശ്യമുണ്ട് മഹി. ശിവദാസന് എന്ത് സംഭവിച്ചു എന്നറിയതിനപ്പുറം വാമികയുടെ കുഞ്ഞ് എങ്ങനെയാ മരിച്ചു എന്ന് എനിക്കറിയേണ്ടത്. അതറിഞ്ഞാൽ ശിവദാസ് മരണപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റും. പ്രസവത്തോടെ ആ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് ജീവനില്ലാത്ത ഒരു കുഞ്ഞിനെ ഡോക്ടർ നമ്മളെ കാണിച്ചത് നീയും കണ്ടതല്ലേ. പിന്നെ ആ കുഞ്ഞ് എങ്ങനെയാ ശിവാമി മോളാകുന്നത്? അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ. ശിവദാസിനെ ചോദ്യം ചെയ്തതിനിടയിൽ നരേന്ദ്രന് പറ്റിയ കയ്യബദ്ധമാ അയാളുടെ മരണം. മരിക്കണമെന്ന് വേണ്ടി ചെയ്തതല്ല. പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ നടന്നതെന്ന് സത്യമായും എനിക്കറിയില്ല. നിസ്സഹായനായി പറഞ്ഞുകൊണ്ട് മഹി മാധവനെ നോക്കി. എന്നെ നോക്കണ്ട മഹി, നിന്നോടും അച്ഛനോടും ആദ്യം മുതലേ ഞാൻ പറഞ്ഞതാ വാമി അങ്ങ് വിട്ടേക്കാൻ. അവൾ അവളുടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കേട്ടില്ല. വാമിയെ തിരികെ തറവാട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതൊക്കെ നീയാ മഹി. എന്റെ ഏട്ടാ, അതെല്ലാം നല്ല ഉദ്ദേശത്തിലാണ്. അവളെ ആ ചെറ്റക്കുടിൽ അങ്ങനെ കണ്ടപ്പോൾ കൂട്ടിക്കൊണ്ട് തിരികെ വരാൻ തോന്നി. അതോ നിങ്ങളോട് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ 3 പേരും കൂടെ അങ്ങോട്ടേക്ക് പോയത്? പിന്നെ നടന്നതിനൊക്കെ നമ്മളെല്ലാവരും സാക്ഷിയല്ലേ. ശരിയാ, പക്ഷേ നരേന്ദ്രനെ നമ്മുടെ കൂടെ കൂട്ടിയത് നീയാ. നരേന്ദ്രൻ വന്നതുകൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. മതി, നിർത്ത്. മക്കളുടെ തമ്മിൽ പോര് കണ്ട ശേഖരൻ ഉച്ചത്തിൽ വിളിച്ചു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് എനിക്ക് പറ്റി. കുടുംബത്തിന്റെ ആത്മാഭിമാനം നോക്കിയത് ഞാനാ. അതിനുള്ള ശിക്ഷ എനിക്ക് കാലം തന്നു കഴിഞ്ഞു. ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ശിവാമി മോളോട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അത് ഞാൻ തീരുമാനിച്ചു. ശേഖരൻ പറഞ്ഞത് കേട്ട് മാധവനും മഹേന്ദ്രനും പരസ്പരം നോക്കി. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? മഹേന്ദ്രൻ ചോദിച്ചതിന് മറുപടിയായി ശേഖരൻ മകനെ ഒന്ന് നോക്കി. പൊക്കോ രണ്ടുപേരും. മക്കളെ നോക്കി കടുപ്പത്തിൽ അത്രയും പറഞ്ഞിട്ട് അയാൾ ഇരുന്ന കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞു. പിന്നൊന്ന് ചോദിക്കാൻ നിൽക്കാതെ മാധവനും മഹേന്ദ്രനും ആ മുറി വിട്ട് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ മഹി, ഒരു കാര്യം കൂടി. പെട്ടെന്ന് ശേഖരൻ പിന്നിൽ നിന്ന് വിളിച്ചതും ചേട്ടനും അനിയനും ഒരുപോലെ തിരിഞ്ഞു നോക്കി. നമ്മുടെ വക്കീലിനെ എനിക്കുടനെ കാണണം. നമ്പ്യാരോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയണം, ഉടനെ. അച്ഛൻ പറഞ്ഞത് കേട്ട് മഹി തലയാട്ടി. അവർ രണ്ടുപേരും മുത്തശ്ശന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ആ മുറിക്ക് പുറകിൽ നിന്ന സിദ്ധു കുറച്ചു മാറി നിന്നു. അപ്പുവിന്റെ മുറിയിൽ നിന്ന് താഴേക്ക് വരും വഴിയാണ് യാദൃച്ഛികമായി മൂവരുടെയും സംഭാഷണം അവൻ കേൾക്കാനിടയായത്. ബീച്ച് റോഡിനടുത്തുള്ള കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് ശിവ. കയ്യിലെ വാച്ചിലേക്ക് ഒന്ന് നോക്കി. സമയം 4:40 4 മണിക്ക് ഇവിടെ വെച്ച് തമ്മിൽ കാണാമെന്ന് വസുധ ഡോക്ടർ പറഞ്ഞത്. അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിലെ കഫേ ഡോർ തുറന്ന് വസുധ ഡോക്ടർ ഉള്ളിലേക്ക് വരുന്നത് കണ്ടത്. അവരെ കണ്ടതും ശിവ ചിരിയോടെ എഴുന്നേറ്റു. സോറി ശിവാമി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു എമർജൻസി കേസ് വന്നു, അതാ ലേറ്റ് ആയത്. ഹേയ്, സോറി ഒന്നും വേണ്ട ഡോക്ടർ, എനിക്കത് മനസ്സിലാവും. ഒന്നുമില്ലേലും ഒരു ഡോക്ടറുടെ ഭാര്യയല്ലേ ഞാൻ. പുഞ്ചിരിയോടെ ശിവ പറഞ്ഞതും വസുധയും ചിരിച്ചു. സോ ഹൗ ആർ യു? ജൂനിയർ വൈഫ് എന്ത് പറയുന്നു? ചെയറിലേക്ക് ഇരുന്നതും വസുധ തിരക്കി. നന്നായിരിക്കുന്നു. മോർണിംഗ് സിക്നസ് ഉണ്ട് എനിക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്. അല്ല, എന്താ ശിവാമിക്ക് എന്നെ അർജന്റായി കാണണമെന്ന് പറഞ്ഞത്? വസുധ ചോദിച്ചതും ശിവയുടെ മുഖം ഒന്ന് ഗൗരവമായി. എനിക്ക് സൗപർണാമയെ കുറിച്ചറിയണം. ശിവ പറഞ്ഞതും വസുധ അവളെ ഒന്ന് നോക്കി. ഗൗരവം നിറഞ്ഞ മുഖത്തെ കണ്ണുകൾ എന്തൊക്കെയോ അറിയാനുള്ള ആർവമായിരുന്നു. വൈഭവ് വർമ്മയുടെ ഭാര്യ ശിവാമി വൈഭവിന് അവന്റെ അമ്മ സൗപർണയെപ്പറ്റി എന്താ അറിയേണ്ടത്? വൈഭവിന്റെ അമ്മയായിരുന്ന സൗപർണാമയെപ്പറ്റി അല്ല എനിക്ക് അറിയേണ്ടത്. സൗപർണിക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ MD ആയിരുന്ന കാർഡിയക് സർജൻ സൗപർണിക മഹേന്ദ്രനെ കുറിച്ചാ എനിക്ക് അറിയേണ്ടത്. വസുധ ഡോക്ടറുടെ കൊലീഗും സുഹൃത്തും ആയിരുന്ന സൗപർണയെപ്പറ്റി. കണ്ണിൽ ആവേശത്തിന്റെ തിളക്കത്തോടെ ശിവ പറഞ്ഞു. നീ സംസാരിക്കുമ്പോൾ ശരിക്കും സൗപർണയെ പോലെ തന്നെയുണ്ട്. അവളും നിന്നെപ്പോലെയായിരുന്നു. ഓരോന്ന് അറിയാനും കണ്ടുപിടിക്കാനുമുള്ള വ്യഗ്രത കൂടുതലായിരുന്നു. ഷീ വാസ് റിയലി സ്മാർട്ട്. അവൾ എപ്പോഴും ഒരു പടി മുന്നിലായിരുന്നു എല്ലാവരെക്കാളും.
ചിലപ്പോൾ മഹേന്ദ്രന് പോലും അവളുടെ വാക്കുകളിൽ മൗനമായിട്ടുണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസും ഹാർഡ് വർക്കിങ്ങുമായിരുന്നു സൗപർണിക. പിന്നെ ആ അമ്മ എന്തിന് ആത്മഹത്യ ചെയ്തു? ഭർത്താവുമായുള്ള വഴക്കിന്റെ പേരിൽ സൗപർണിക അമ്മ സ്വയം ജീവനൊടുക്കി എന്ന് ഡോക്ടർ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ശിവയുടെ ചോദ്യത്തിന് ഒരു നിമിഷം പോലും വൈകാതെ വസുധ മറുപടി പറഞ്ഞു. എനിക്കറിയാവുന്ന സൗപർണിക ഒരിക്കലും സ്വന്തം ജീവൻ എടുക്കില്ല. ജീവന്റെ വില അറിയാവുന്ന ഒരു ഡോക്ടറാണ് അവൾ. അതിലുപരി സ്വന്തം കുഞ്ഞിനെ പ്രാണനെ പോലെ സ്നേഹിച്ച ഒരമ്മ. വൈഭവിനെ പൊന്നുപോലെയാ അവൾ കൊണ്ടു നടന്നത്. ആ മകനെ ഒറ്റയ്ക്കാക്കി ഒരിക്കലും സൗപർണിക അങ്ങനെയൊരു കടുംകൈ ചെയ്യില്ല. പിന്നെന്തായിരിക്കും ഡോക്ടറെ അമ്മയ്ക്ക് സംഭവിച്ചത്? ശിവയുടെ ശബ്ദം ദുർബലമായി. ഉള്ളിൽ ഉരുകൂടിയ സംശയം ശരിയാണോ എന്നുറപ്പില്ലാതെയാണ് വസുധയോട് ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് ആ സംശയം ഊട്ടിയുറപ്പിക്കുകയാണ് അവൾ. അതെനിക്കും അറിയില്ല മോളെ. പക്ഷേ സൗപർണികയുടെ മരണത്തിൽ ആദ്യം മുതലേ ഒരാളെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ആരെ? നരേന്ദ്രൻ. വസുധ പറഞ്ഞതും അവരെ തന്നെ നോക്കിയ ശിവയുടെ മിഴികൾ വിടർന്നു. കാര്യം അയാൾ സൗപർണികയുടെയും സൗദാമിനിയുടെയും അമ്മാവന്റെ മകനൊക്കെ ആയിരുന്നെങ്കിലും അയാളുമായി സൗപർണിക എപ്പോഴും എതിരായിരുന്നു, കൂടുതലും ഹോസ്പിറ്റൽ വിഷയങ്ങളിൽ. പക്ഷേ നരേന്ദ്രനെ പലപ്പോഴും മഹേന്ദ്രൻ സേവ് ചെയ്തു. അത് സൗപർണികയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അവൾ ആ കാര്യം പറഞ്ഞ് മഹേന്ദ്രനുമായി പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അവൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. അതേ തുടർന്ന് നരേന്ദ്രനെ ഹോസ്പിറ്റലിന്റെ ബോർഡ് മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു വരെ സൗപർണിക. അങ്ങനെ അതും പറഞ്ഞ് മഹേന്ദ്രനും സൗപർണികയും തമ്മിൽ വലിയ വഴക്ക് നടന്നു. ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് അവർ തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ സൗപർണിക മരിക്കുന്നത്. ഡോക്ടർ, ഇതൊന്നും അന്ന് ആരോടും പറഞ്ഞില്ലേ? ശിവ ആകുലതയോടെ ചോദിച്ചു. ആരോട് പറയാൻ? മഹേന്ദ്രനോടോ അതോ ശേഖരൻ സാറിനോടോ? ശിവാമി, നരേന്ദ്രൻ നിങ്ങളുടെ ഫാമിലി മെമ്പറാണ്, കൂടാതെ മഹേന്ദ്രന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഞാൻ എന്ത് ആരോട് പറയാനാണ്? ലോകത്തോട് ആ കുടുംബക്കാർ പറഞ്ഞു ഡോക്ടർ സൗപർണിക സ്വവസതിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന്. അതെല്ലാവരും വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. അല്ലാതെ ആ മരണത്തെപ്പറ്റി ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വൈഭവ് കുറച്ചുകൂടി വലുതായിരുന്നേൽ അവൻ തിരക്കിയേനെ. പക്ഷേ ഒന്നും അറിയാതെ സ്വന്തം അമ്മയെ കൺമുന്നിൽ ജീവനറ്റ് കണ്ട ആ 10 വയസ്സുകാരന് എന്തു ചെയ്യാനാവും? വസുധ പറഞ്ഞു കഴിഞ്ഞതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാണ്, ഒരു മകന് കാണാൻ പാടില്ലാത്തത് ചെറിയ പ്രായത്തിലേ കണ്ടവനാ തന്റെ ഡോക്ടർ. അന്ന് എന്ത് വേദനിച്ചിട്ടുണ്ടാവും ആ ഉള്ള്. അതിന്റെ നോവും ഇപ്പോഴും കൊണ്ടു നടക്കുന്നില്ലേ ആ പാവം. അവളുടെ ഉള്ളു മുഴുവൻ വൈഭവം നിറഞ്ഞു. എനിക്ക് ആദ്യം മുതലേ സൗപർണികയുടെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങൾ തോന്നിയിരുന്നു. അതിപ്പോൾ ഏകദേശം ക്ലിയറായി. താങ്ക്സ് ഡോക്ടർ, ഇത്രയും പറഞ്ഞതിന് തന്നെ. ശിവ വസുധ ഡോക്ടറുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. താങ്ക്സ് ഒന്നും വേണ്ട മോളെ. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. വൈഭവ്, അവനെ കൈവിടരുത് നീ. സൗപർണിക അവനെ എത്രത്തോളം സ്നേഹിച്ചതാണെന്ന് എനിക്കറിയാം. അതുപോലെ അവളുടെ മരണശേഷം വൈഭവ് എത്ര ഒറ്റപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ ആ ഒറ്റപ്പെടലൊക്കെ മാറ്റിയത് നീയാ. സോ ബി വിത്ത് ഹിം ആൻഡ് വി വിത്ത് ഈച്ച് അതർ. ശിവ പിടിച്ചിരിക്കുന്ന അവരുടെ കൈകളിൽ മുറുകെ തിരികെ പിടിച്ചു വസുധ പറഞ്ഞതും പുഞ്ചിരിയോടെ തലയാട്ടി ശിവ. എന്റെ ഡോക്ടർ ഒരിക്കൽ ഒറ്റയ്ക്കാകാൻ കാരണമായവരെ അവന് മുന്നിലെത്തിക്കണം. അത് ആ പെണ്ണ് ഉറപ്പിച്ചിരുന്നു. എന്നെ വെറുക്കുന്നുണ്ടോ അപ്പമ്മ? മുന്നിലെ സാഗരത്തിലേക്ക് കണ്ണു നട്ട് വൈഭവ് ചോദിച്ചതും അവനരികെ ഇരുന്ന വാമിക അവനെ ഞെട്ടലോടെ നോക്കി. നവസിന്റെ മുറ്റത്തിരിക്കുകയായിരുന്നു ഇരുവരും. എന്താ ഉണ്ണി നീ പറയുന്നേ? എനിക്ക് ജന്മം തന്ന ആളാണ് അപ്പമ്മയ്ക്ക് എല്ലാം നഷ്ടപ്പെടാൻ കാരണം, അല്ലേ? ആമയുടെ അച്ഛനുമായി ഒന്നിച്ച് താമസിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ തേടി വന്നത് മഹേന്ദ്രനല്ലേ? ചോദിച്ചുകൊണ്ട് വൈഭവ് അവരെ നോക്കി. അതെ. ദൈവദൂതനെ പോലെ വന്ന് ചതിക്കുകയായിരുന്നുവെന്ന് അന്ന് അറിഞ്ഞില്ല. ആദ്യം വന്നപ്പോൾ ഞാൻ കാൽ പിടിച്ചു പറഞ്ഞതാ, നിന്നെ ഇവിടെ കണ്ട കാര്യം അച്ഛനോടോ വീട്ടിലാരോടോ പറയരുതേ ഏട്ടാന്ന്. അപ്പോൾ പറഞ്ഞു, നിന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ കണ്ടാൽ അവിടെ എല്ലാവർക്കും സന്തോഷമായിരിക്കും. എല്ലാവരും ഇരിയും കൈ നീട്ടി എൻ്റെ ശിവേട്ടനെയും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്നൊക്കെ. വിശ്വസിച്ചു പോയി ആ വാക്കുകൾ. പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പല്ലെന്ന് ഓർത്തുപോയി. അച്ഛനെയും വല്യേട്ടനെയും ഒക്കെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അവരും നല്ല സ്നേഹത്തിലാ പെരുമാറിയത്. വീട്ടിലേക്ക് പോകുന്നെന്ന കാര്യം പറഞ്ഞപ്പോൾ സേതുവേട്ടനോട് പറഞ്ഞിട്ട് വന്നേക്കാമെന്ന് ശിവേട്ടൻ പറഞ്ഞു. പക്ഷേ ആ രാത്രി അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ട് പിറ്റേന്ന് സേതു വരുമ്പോൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. എന്റെ നിർബന്ധത്തിന് പാതി മനസ്സോടെ ശിവേട്ടൻ അതിന് സമ്മതിച്ചത്. എന്നാൽ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ആ വീട്ടിൽ വെച്ച് യാദൃശ്ചികമായി ഏട്ടന്റെയും അച്ഛന്റെയും സംസാരം ശിവേട്ടൻ കേട്ടു. ശിവേട്ടനെ അപായപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കി എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാ അവർ തീരുമാനിച്ചത്. പിന്നെ അടുത്ത നിമിഷം വൈകിക്കാതെ ശിവേട്ടൻ എന്നെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് പിറകെ അവർ ഉണ്ടായിരുന്നു. ഓടും വഴിയിൽ എന്റെ കാലിടറി വീഴും മുന്നേ ശിവേട്ടൻ പിടിച്ചെങ്കിലും ദേഹം നൊന്ത് ഉള്ളിൽ നിന്ന് വേദന പൊങ്ങി. അപ്പോഴാ അച്ഛനും മഹിയേട്ടനുമൊക്കെ കാറിൽ വന്നേ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദനയായപ്പോൾ ശിവേട്ടൻ എന്നെ കാറിൽ കയറ്റി. ഞാൻ പോണില്ലെന്ന് പറഞ്ഞ് കരഞ്ഞതാ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്തു ഞാൻ നോക്കിക്കോളാം ശിവ, എന്റെ മഹിയേട്ടന്റെ വാക്കിലാ ശിവേട്ടൻ എന്നെ അവരുടെ കൂടെ വിട്ടേ.
പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ണി എൻ്റെ പ്രാണനെ. വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ വാമിക വൈഭവിൻ്റെ നെഞ്ചിൽ വീണു. അവരെ ഒരു കൈയാൽ ചേർത്ത് പിടിക്കുമ്പോൾ വൈഭവിൻ്റെ പൂച്ചക്കണ്ണുകളും രക്തവർണ്ണമായിരുന്നു. നീ ചോദിച്ചില്ലേ മോനെ നിന്നോട് എനിക്ക് വെറുപ്പുണ്ടോന്ന്? കുറച്ചു പെട്ടെന്ന് വൈഭവിൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി വാമി അവനെ നോക്കി. ഇല്ല ഉണ്ണി, നിന്നെ എങ്ങനെയാടാ എനിക്ക് വെറുക്കാനാവുക? എൻ്റെ മോളെക്കാളും മുന്നേ എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് നീയല്ലേ? ആ വീട്ടിൽ ആർക്കും വേണ്ടാതെ ഇരുട്ടിൽ കിടന്ന എന്നെ തേടി വന്ന് കൂടെ നിർത്തിയത് നീയല്ലേ? ഒടുവിൽ എൻ്റെ പൊന്നുമോളെ എൻ്റെ കയ്യിലേക്ക് വീണ്ടും തന്നതും നീയല്ലേ മോനെ? പിന്നെ നിന്നെ എങ്ങനെയാടാ ഈ അപ്പമ്മയ്ക്ക് വെറുക്കാൻ കഴിയുക? വൈഭവിൻ്റെ മുഖത്ത് വലത് കൈവച്ച് ചോദിക്കുമ്പോൾ വാമിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. വൈഭവിൻ്റെ ചുണ്ടും വിടർന്നു. ഇരുവരെയും കുറച്ചു മാറി നിന്ന് കാണുന്നുണ്ടായിരുന്ന ശിവയുടെ കണ്ണുകളിലും ഒരു നീർത്തിളക്കമായിരുന്നു. അതിൽ സന്തോഷവും വേദനയ്ക്കുമൊപ്പം ആരെയൊക്കെയോ ഇല്ലാതാക്കാനുള്ള പകയും തെളിഞ്ഞിരുന്നു. അന്ന് ദിവസങ്ങൾക്ക് ശേഷം വിദ്യ മാണിക്യമംഗലത്ത് കാല് കുത്തുമ്പോൾ അവളുടെ ഉള്ളിൽ ചില ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. രാജീവിനെ ആരതിക്കൊപ്പം വീട്ടിലാക്കി ഒരു ത്രിസന്ധ്യ നേരത്താണ് വിദ്യയും അഞ്ജലിയും കൂടി തറവാട്ടിലെത്തിയത്. അംബികാമ്മയെ മുറിയിൽ കയറി കണ്ടു. സുഖവിവരങ്ങൾ തിരക്കി. ശേഖരനെ കാണാൻ പോയില്ല അവൾ. വിദ്യ വരുമ്പോൾ മഹേന്ദ്രനും മാധവനും വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നു. സൗദാമിനി, എനിക്കൊരു ചായ വേണം, നല്ല കടുപ്പത്തിൽ. അത്താഴത്തിനുള്ളത് നോക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് സൗദാമിനിക്കരികെ വന്ന് ആജ്ഞാപിച്ചു വിദ്യ. എന്നാൽ അവർ പറഞ്ഞത് കേട്ട റിയാക്ഷൻ പോലും ഇടാതെ സൗദാമിനി നിന്ന് തൻ്റെ പണി തുടർന്നു. ഡി, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. കലി വന്ന വിദ്യ സൗദാമിനിയെ പിടിച്ച് ചോദിച്ചതും വളരെ ശാന്തമായി അവർ വിദ്യയോട് പറഞ്ഞു. കേട്ടിട്ട് എന്താടി അനങ്ങാതെ നിൽക്കുന്നേ? ചായ ഇടടി. വിദ്യയ്ക്ക് ചായ വേണമെങ്കിൽ ദാ ഫ്രിഡ്ജിൽ പാലുണ്ട്, ചായപ്പൊടി ഷെൽഫിലുണ്ട്, പിന്നെ ദേ ഇതാണ് ഗ്യാസ്. ഇതിൽ പാത്രം വെച്ച് ഓണാക്കിയാൽ ചായ തിളപ്പിക്കാം. ചെയ്തോ? കളിയാക്കും പോലെ ചിരിച്ചുകൊണ്ട് സൗദാമിനി പറഞ്ഞതും വിദ്യ ഒന്ന് ഞെട്ടി. ഇന്നേ വരെ തന്നോടൊരു വാക്ക് എതിർക്കാത്തവരാണ് ഇന്നിങ്ങനെ. ഡി, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ? എൻ്റെ വീട്ടിൽ ഓച്ചാനിച്ച് നിന്ന് എന്നോട് തർക്കുത്തരം പറയുന്നോടി. നിന്റെ വീട്ടിൽ ഓച്ചാനിച്ച് നിന്നെന്നോ? അതെപ്പോ? ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാ, മുറയ്ക്ക് എൻ്റെ വീട്. നീ ഇവിടുത്തെ മകളാണ്. കല്യാണം കഴിഞ്ഞ് വിട്ടതോടെ ഇത് നിന്റെ അമ്മ വീടായി. അപ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്നത് ഞാനോ നീയോ? എന്താടി പറഞ്ഞേ? സൗദാമിനി വാക്കുകളിൽ അരിശം പൂണ്ട വിദ്യ അവളെ അടിക്കാനായി കൈ ഓങ്ങിയതും ആ കൈത്തണ്ടയിൽ സൗദാമിനി പിടിവീണു. തൊട്ടുപോകരുത് തന്നെ. നിന്റെ കൈ എൻ്റെ ദേഹത്ത് വീണാൽ അടുത്ത നിമിഷം നിന്റെ ഈ വെള്ള കവിളിൽ എൻ്റെ ചുവന്ന വിരലടയാളം വീഴും. കാണണോടി? ചുവന്നു കയറിയ കണ്ണുകളാടെ വീറോടെ സൗദാമിനി പറഞ്ഞതും വിദ്യയുടെ കണ്ണൊന്ന് തള്ളിപ്പോയി. എന്നും തൻ്റെ മുന്നിൽ കണ്ണു നിറച്ച് തല കുമ്പിട്ട് നിൽക്കുന്ന സൗദാമിനിയുടെ ഇങ്ങനൊരു മറുരൂപം അവൾക്ക് ആദ്യ കാഴ്ചയായിരുന്നു. വിദ്യയുടെ കൈ താനേ താണു. സുധാമേ, പെട്ടെന്നകത്തു നിന്നും അപ്പോൾ വിളിച്ചത് കേട്ടതും സൗദാമിനി വിദ്യയെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. ആ പിന്നെ ഒരു കാര്യം. പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി സൗദാമിനി വിളിച്ചതും വിദ്യ അവരെ നോക്കി. അച്ഛനെയും അമ്മയും കാണാൻ വന്നതാണ് മകളെങ്കിൽ കണ്ടിട്ട് വിശേഷം തിരക്കി വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചിട്ട് പൊയ്ക്കോണം. അല്ലാതെ അട്ടിപ്പേർ കയറി കിടക്കരുത് ഇവിടെ, കേട്ടല്ലോ? വിദ്യയെ തറപ്പിച്ചു നോക്കി താക്കീത് നിറഞ്ഞ സ്വരത്തിൽ അതുകൂടി പറഞ്ഞിട്ട് സൗദാമിനി അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞ കണ്ണുകളോടെ തന്നെ അത് കേട്ടു നിന്ന വിദ്യയുടെ മുന്നിൽ അപ്പോൾ സൗദാമിനി ആയിരുന്നില്ല. തന്നോട് അത് പറഞ്ഞത് സൗപർണികയാണോ എന്ന് ഒരു നിമിഷം ഓർത്തുപോയി വിദ്യ. ഒരിക്കൽ സൗപർണികയ്ക്ക് മുന്നിൽ വാമുട്ടി നിന്നതുപോലെ ഇപ്പോൾ അവരുടെ അനിയത്തിക്ക് മുന്നിലും വിദ്യ പകപ്പോടെ ഓർത്തു. മിടുക്കി എൻ്റെ സുധാമ, നന്നായി. ഇനിയും ഇങ്ങനെ വേണം. അവരുടെ മുന്നിൽ നിൽക്കാൻ തല കുമ്പിട്ട് തോറ്റു നിൽക്കരുത്. സുധാമയെ കൈപിടിച്ച് കയറ്റിയ വീടായത്. അത് അവിടെ മറ്റാരെക്കാളും അവകാശം അമ്മയ്ക്ക് അവിടെ ഉണ്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അമ്മയുടെ മക്കൾ അമ്മയ്ക്കൊപ്പം ഉണ്ടായാൽ മതി. അതാ എൻ്റെ ധൈര്യം. ശിവയുടെ ഉറപ്പിൽ സൗദാമിനി വിശ്വാസത്തോടെ പറഞ്ഞു. രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞതും ശിവയെ ഫോണിൽ വിളിച്ച് വിദ്യയുമായി നടന്ന സംസാരമൊക്കെ പറയുകയായിരുന്നു സൗദാമിനി. അവർക്ക് ധൈര്യം കൊടുത്തതും വിദ്യയ്ക്ക് മുന്നിൽ ചൂളിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ ഊർജം കൊടുത്തതുമൊക്കെ ശിവയാണ്. മാണിക്യമംഗലത്ത് നിന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് തൊട്ട് സൗദാമിനിയുമായി ഫോണിൽ കൂടി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ശിവ. സൗദാമിനിയുമായി സംസാരിച്ചു അവൾ ഫോൺ വെച്ച് തിരിഞ്ഞതും കാണുന്നത് മുറിക്കകത്തേക്ക് കയറി കതക് ലോക്ക് ചെയ്യുന്ന വൈഭവിനെയാണ്. അവൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞതും വൈഭവിൻ്റെ കനത്ത മുഖവും അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് പാലും കണ്ട് ശിവ ഒന്ന് ഉമിനീരിറക്കി.